എല്ലാ മക്കൾ റെഡിയായോ? റിബൺ കെട്ടാൻ മറന്നു, മടിച്ചി കുട്ടി. നിന്നെ ഞാൻ മറന്നതല്ലടാ, വാടാ. അല്ല അമ്മ, എത്ര നേരത്തെ അച്ഛൻ എവിടെ പോയി? ഒന്നും പറയണ്ട. ഇന്ന് ഉച്ച കഴിഞ്ഞ് കവലയിൽ എന്തോ പരിപാടിയുണ്ട്. എല്ലാ കാര്യങ്ങളും ശരിയാക്കാൻ അച്ഛനെ വിളിച്ച മെമ്പർ പറയണ കേട്ടു. കേട്ട പാടെ കട്ടൻ പോലും കുടിക്കാതെ പോണതും കണ്ടു. സാരില്ല അമ്മേ, എന്തായാലും നല്ല കാര്യത്തിനായിരിക്കും. അച്ഛൻ വന്നോളും. വരുമ്പോ ഞങ്ങൾ അന്വേഷിച്ച കാര്യം പറഞ്ഞു, ഞങ്ങൾ പോവുക. രണ്ടുപേരും ഒന്ന് നിന്നേ. വാട്ടർ ബോട്ടിൽ മറന്നോ? ഞാൻ ഇപ്പോൾ കൊണ്ടുവരാം. ഈ കുട്ടികളുടെ ഒരു കാര്യം. എന്താ മക്കളെ, കുടിവെള്ളത്തിന്റെ കാര്യമെങ്കിലും ഓർമ്മിക്കണ്ടേ? എപ്പോഴും അമ്മയെ കഷ്ടപ്പെടുത്തിക്കോട്ടോ. അയ്യോ അമ്മേ, കഴിഞ്ഞ ദിവസം ടീച്ചർ പറഞ്ഞു വിട്ട കാര്യം പറയാൻ മറന്നുപോയി. ഇനി മുതൽ പ്ലാസ്റ്റിക് ബോട്ടിലുകളിൽ ചൂടുവെള്ളം കൊണ്ടുവരുതെന്നും അത് കൊടുവിഷമാണെന്നും അനുസരിക്കാത്തവർക്ക് വലിയ ശിക്ഷ തന്നെ നൽകുമെന്നും ടീച്ചർ പറഞ്ഞിരുന്നു. എന്റെ ടീച്ചർ ഈ കാര്യം പറഞ്ഞായിരുന്നു. ഇനി എന്ത് ചെയ്യും? ഇന്നത്തേക്ക് മക്കൾ ക്ഷമിക്കേ. നാളെ മുതൽ സ്റ്റീൽ ബോട്ടിലിൽ വെള്ളം തരാമെന്ന് അമ്മ ഏറ്റിട്ടുണ്ടെന്ന് പറഞ്ഞേര്. നിങ്ങൾ നല്ല കുട്ടികളല്ലേ, ടീച്ചർ സമ്മതിച്ചോളൂ കേട്ടോ. നോ പോയിക്കോ. ബൈ. പറഞ്ഞ കാര്യങ്ങളൊക്കെ റെഡിയല്ലേ? അത് പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. പ്രഭാകരനൊരു കാര്യം കേട്ടോ മെമ്പറെ, ബക്കറിന്റെ കടയിൽ ചായയും കടിയും ടിഷ്യൂ പേപ്പറും ഏർപ്പാടാക്കിയിട്ടുണ്ട്. പിന്നെ ഈ പ്ലാസ്റ്റിക് തോരണങ്ങൾ ഒഴിവാക്കി പേപ്പർ തോരണങ്ങളും പേപ്പർ ഗ്ലാസുകളും, ബാക്കി വേണ്ട വിധം പ്രസംഗപീഠവും സൗണ്ടും എല്ലാം ഏർപ്പാടാക്കിയിട്ടുണ്ട്. പ്രഭാകര, ഭക്ഷണവും ഇരിക്കാനുള്ള സംവിധാനം എല്ലാം റെഡിയാക്കി സെമിനാറിൽ പങ്കെടുക്കാനുള്ള പ്രധാന വ്യക്തികളൊക്കെ വിളിച്ച് പറഞ്ഞിട്ടില്ലേ? മെമ്പർ തന്ന ലിസ്റ്റ് പ്രകാരം എല്ലാവരെയും വിളിച്ചിട്ടുണ്ട്. പിന്നെ പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണമാകും 2-3 വിവരമുള്ളവർ വേണ്ടേ, അവരെയും ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഹായ് മെമ്പറെ, കൃത്യം 4 മണിക്ക് പരിപാടി തുടങ്ങുമോ മെമ്പറെ? ഇതൊക്കെ നടത്തിയിട്ട് എന്ത് കാര്യം, ആര് ശ്രദ്ധിക്കാനാ? അതെന്താ ജബ്ബാറെ അങ്ങനെ പറഞ്ഞേ? താനും ഒരു കച്ചവടക്കാരനല്ലേ, തനിക്കും ഗുണമുള്ള കാര്യമല്ലേ. അക്രമ വില കൊടുത്ത് പ്ലാസ്റ്റിക് കിറ്റ് വാങ്ങി സാധനങ്ങൾ പൊതിഞ്ഞു കൊടുക്കുന്ന ഈ പാവം കടക്കാർക്ക് തടവും പിഴ. ഈ തടവും പിഴ ഈടാക്കുന്നവർ തന്നെ വലിയ വലിയ പ്ലാസ്റ്റിക് കമ്പനിക്ക് ലൈസൻസും കൊടുക്കുന്നു. ഇവിടെ ഇത് എന്ത് നീതിയാണെന്നായി പറയണ മെമ്പറെ? അതൊക്കെ പോട്ടെ, ആ ബാനർ ഒന്ന് നിർത്തി. കാര്യപരിപാടി എന്താണെന്നറിയാമല്ലോ. പ്ലാസ്റ്റിക് നിരോധന ബോധവൽക്കരണ സെമിനാറും വിദ്യാഭ്യാസ അവാർഡ് വിതരണവും 2024 ഒക്ടോബർ 10 വൈകിട്ട് 3 മണിക്ക് കരിപ്പശ്ശേരി കവലയിൽ. രാഷ്ട്രീയ സാംസ്കാരിക പ്രമുഖൻ പങ്കെടുക്കുക, വിജയിപ്പിക്കുക. അല്ല അങ്കളെ, ഈ ബാനറും പ്ലാസ്റ്റിക് അല്ലേ? ഇതും ശരിയാ അല്ലേ?